അശ്ലീല പ്രതികരണങ്ങളും വിമർശനങ്ങളും അവരെ തളർത്തിയില്ല. വയനാട്ടിലെ ദുരന്തഭൂമിയിലെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ ഇടുക്കി ഉപ്പുതുറയിൽ നിന്നും പോയ സജിൻ ഭാവന ദമ്പതികൾ തിരികെ എത്തി. ഒറ്റ രാത്രിയിൽ ഒറ്റപ്പെട്ട കുരുന്നുകൾക്കായി കുറച്ച് ദിവസങ്ങൾ മാറ്റിവെക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇരുവരും. ദുരന്ത വാർത്ത ഒരു ഞെട്ടലോടെ കേരളം കേട്ടപ്പോൾ ഇടുക്കി ഉപ്പുതറ സ്വദേശിനി ഭാവനയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞത് ദുരന്തഭൂമിയിലെ കുഞ്ഞുങ്ങളുടെ ചിത്രമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട അവരിൽ ഭാവന തന്റെ 2 കുഞ്ഞു മക്കളെയും കണ്ടു. തുടർന്നാണ് ദുരന്തഭൂമിയിലെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുക എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. തീരുമാനം നവമാധ്യമത്തിൽ കുറിച്ചതോടെ ദുരന്തഭൂമിയിലേക്ക് വിളിയെത്തി. പക്ഷേ നവമാധ്യമങ്ങളിൽ ചില മലയാളികൾ തനിനിറം കാട്ടി. ഭാവനയുടെ തീരുമാനത്തെ അശ്ലീലവൽക്കരിച്ചും വിമർശിച്ചും ചിലർ രംഗത്തെത്തി. അതെല്ലാം അർഹിക്കുന്ന അവജ്ഞയിൽ തള്ളിയാണ് തന്റെ 2 പിഞ്ചു മക്കളെയും ചേർത്ത് ഭർത്താവിനൊപ്പം ഭാവന വയനാട്ടിലേക്ക് തിരിച്ചത്. ദുരന്തഭൂമിയിൽ നിന്നും തിരികെ എത്തുമ്പോൾ ആ വിമർശനങ്ങൾ തനിക്ക് വിഷമമുണ്ടാക്കിയില്ല എന്ന് ഭാവന പറയുന്നു. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ചെയ്യുന്നതിന് മുന്നിട്ടിറങ്ങിയതോടെ അതിന് ശേഷം ഒരുപാട് പേര് ഞങ്ങളും റെഡിയാണ്, ഞങ്ങളും തയ്യാറാണ്, ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്നുള്ള ഒരു ഇത് മുന്നിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയായി എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് തന്നെ വിമർശനങ്ങളെ ഞങ്ങൾ ഗൗനിക്കുന്നില്ല. വിമർശനങ്ങളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ വിഷമമായൊന്നും തോന്നില്ല. മാധ്യമങ്ങളിൽ കാണുന്നതിനും അപ്പുറമാണ് വയനാട്ടിലെ ദുരന്തത്തിന്റെ വ്യാപ്തിയെന്നും ദുരിതബാധിതരുടെ വേദനകൾ പേറിയാണ് തിരികെ വന്നതെന്നും സജിൻ. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് മൊത്തം. അല്ലാതുള്ള ഒരു മനുഷ്യനെ പോലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. അല്ലാതുള്ളതെന്ന് പറഞ്ഞാൽ വോളണ്ടിയേഴ്സ് ഇവിടുന്ന് പോകുന്നതാണ്. അല്ലാതുള്ള എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ജീവിതകാലം മൊത്തം അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു നിൽക്കുന്ന ആളുകളാണ്. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമായിട്ട് വീടുകളിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നവർ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ളവരുടെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുന്നത്, കരഞ്ഞ് കണ്ണ് കലങ്ങി നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥയാണ് അവിടെ. ദുരന്തഭൂമിയിൽ തുടർ സഹായങ്ങളും വാഗ്ദാനം ചെയ്താണ് ഭാവനയും സജിനും തന്റെ മക്കൾക്കൊപ്പം തിരികെ ഇടുക്കിയിലേക്ക് മടങ്ങിയെത്തിയത്. വറ്റാത്ത മനുഷ്യത്വത്തിന്, ആ മാതൃസ്നേഹത്തിന് ജനം ടിവിയുടെ അഭിനന്ദനങ്ങൾ. സുബിൻ തോമസ്, ജനം, ഇടുക്കി.